Hello everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേർബിൻ്റെ ഫോംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം V1, V2, V3 എന്നൊക്കെ നിങ്ങൾ ടെൻസസിൻ്റെ ക്ലാസ്സിൽ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് V1, എന്താണ് V2, V3 എന്താണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇതിനെന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ, റൂൾസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വേർബിൻ്റെ ഫോംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി, ആക്ഷൻ വേർഡ് അല്ലേ? പ്രവൃത്തിനെയാണ് നമ്മൾ വേർബ് എന്ന് വിളിക്കുന്നത്. ആക്ഷൻ വേർഡ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യും. എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ റൺ, ഓടുക, ഒരു വേർബ് അല്ലേ? റാൻ, ഓടി, ഒരു പ്രവൃത്തിയാണ് അല്ലേ? വാക്ക്, നടക്കുക, റൈറ്റ്, എഴുതുക. ഇങ്ങനെ ഓരോരോ പ്രവൃത്തിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവൃത്തിക്ക് ഒരുപാട് ഫോംസ് ഉണ്ട്. ആ ഫോംസ് ആണ് V1, V2, V3 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് വേർബിൻ്റെ ഫോംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മലയാളത്തിൽ എഴുതുക എന്നെടുത്തു. എഴുതുക എന്നുള്ള ഒരു പ്രവൃത്തി എടുത്തു. പക്ഷേ ഇതിന് പല ഫോംസിലും നമ്മൾ പറയാറില്ലേ? എഴുതി എന്ന് പറയാറുണ്ട്, എഴുതിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്, എഴുതിയിട്ടുണ്ടാകും എന്ന് പറയാറുണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക എന്നുള്ള വേർബിൻ്റെ പല പല ഫോംസ് ആണ് ഉപയോഗിച്ചത്. എഴുതുക, എഴുതി, എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റൈറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിലെടുത്തു. അപ്പോൾ നമുക്ക് ഓക്കെ, റൈറ്റ് എന്നുള്ള വാക്കുണ്ട്, റോട്ട് എന്നുള്ള വാക്കുണ്ട്, റിട്ടൺ എന്നുള്ള വാക്കുണ്ട് അല്ലേ? അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ, അതുപോലെ റൈറ്റിംഗ്, ഇതൊക്കെ ഓരോരോ ഫോംസ് ആണ് റൈറ്റ് എന്നുള്ള വേർബിൻ്റെ. മനസ്സിലായല്ലോ? അപ്പോൾ വേർബിന് പല പല ഫോംസ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ഇനി V1, V2, V3 എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. V1 എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസ് ഫോം ഓഫ് ദ വേർബിനെയാണ്. ബേസ് ഫോമാണ്. ഏറ്റവും അടിത്തട്ടിലുള്ള ഫോമിനെയാണ് നമ്മൾ V1 എന്ന് വിളിക്കുന്നത്. എഴുതുക, പറയുക, ഓടുക, ചാടുക എന്നൊക്കെ പറയുന്നത് V1 ഫോമാണ്. അപ്പോൾ റൺ. ഇനി V2 എന്ന് നമ്മൾ വിളിക്കുന്നത് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എഴുതി, നടന്നു, ചാടി, പാടി, കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ V2 ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് V2 ആണ്. അപ്പോൾ പാസ്റ്റ് ഫോം എന്തായിരിക്കും? റണ്ണിൻ്റെത് റാൻ, ഓടി. ഓക്കെ. ഇനി V3 എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റൺ, റാൻ. ഈ റൺ എന്ന വാക്കിൻ്റെ V3യും റൺ എന്ന് തന്നെയാണ്. റൺ, റാൻ, റൺ. ഇനി നെക്സ്റ്റ് നോക്കാം. വാക്ക് എന്നുള്ള വേർബ് എടുത്തു ഞാൻ. അപ്പോൾ അതിൻ്റെ V2 വാക്ക്ഡ്. അതിൻ്റെ V3 എന്താണ്? വാക്ക്ഡ് എന്ന് തന്നെയാണല്ലേ? ഇനി ഈറ്റ് എന്നുള്ള വേർബ് എടുത്തു. ഈറ്റ്. V2 എന്താണ്? എയ്റ്റ്. V3 എന്താണ്? ഈറ്റൺ. ഇനി ഞാൻ ഗോ എന്നുള്ള വേർബ് എടുത്തു. ഗോ, വെൻറ്റ്, ഗോൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലേ? അപ്പോൾ ബേസ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ബേസ് ഫോം റൺ, റാൻ, റൺ. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഗോ, വെൻറ്റ്, ഗോൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, പാസ്റ്റ് ഫോമിൽ ED ആണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിലും നമ്മൾ ED ചേർത്താൽ മതി. ഇങ്ങനെ ED ചേർത്ത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ
ബേസ് ഫോമിൻ്റെ കൂടെ ഇ ചേർത്താൽ പാസ്റ്റ് ആവുന്നതിന് നമ്മൾ റെഗുലർ വേർബ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാക്ക്ഡ് എന്നുള്ളതൊരു റെഗുലർ വേർബാണ്. എന്തുകൊണ്ടാണ് ഇത് റെഗുലർ വേർബ് ആയത്? ബേസ് ഫോമിൻ്റെ കൂടെ ഇ ചേർത്താൽ അത് പാസ്റ്റ് ആവുമെങ്കിൽ അത് റെഗുലർ വേർബാണ്. നമുക്ക് റണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റില്ല, അതുകൊണ്ട് ഇത് റെഗുലർ വേർബ് അല്ല. ഈറ്റ് റെഗുലർ വേർബ് അല്ല, ഗോ റെഗുലർ വേർബ് അല്ല, റൈറ്റ് റെഗുലർ വേർബ് അല്ല. അപ്പോൾ ഒരു റെഗുലർ വേർബ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് V1 ഉപയോഗിക്കുന്നത്, V2 ഉപയോഗിക്കുന്നത്, V3 ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണേ. V1 അഥവാ ബേസ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് നടക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നടക്കാറുണ്ട്, അതായത് എന്തെങ്കിലും ശീലമായിരിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമൊക്കെയാണ് നമ്മൾ അവനൊന്നും പോകാറുണ്ട്, അവനവളെ കാണാറുണ്ട്, ഇങ്ങനെ ആറുണ്ട് എന്ന് പറയാറുള്ളത് അല്ലേ. റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു ദ ജിം എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. കണ്ടോ? ദേ കുക്ക് ഫുഡ്. അവർ ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ V1 ആണ് ഉപയോഗിച്ചത് അല്ലേ. ഇനി നമ്മൾ V2 ഉപയോഗിക്കുന്നത് പാസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ചെയ്തു, നടന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഐ വെൻറ്റ്, ഞാൻ പോയി. ഷീ സ്റ്റഡീഡ്, അവൾ പഠിച്ചു. ഷീ സ്റ്റഡീഡ് വെൽ, അവൾ നന്നായി പഠിച്ചു. കണ്ടോ? അപ്പം സ്റ്റഡീഡ്, വെൻറ്റ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തത് പാസ്റ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ V1 എന്തിനാണ് യൂസ് ചെയ്യുന്നത്, V2 യൂസ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ V3 എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. V3 നമ്മൾ യൂസ് ചെയ്യുന്നത് നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടാകാം. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ്, നടന്നിട്ടുണ്ടാകും ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ V3 യൂസ് ചെയ്യുന്നത്. നടന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് V3 ആണ് വേണ്ടേ. നടന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനും നമുക്ക് V3 ആണ് വേണ്ടേ. നടന്നിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമുക്ക് V3 ആണ് വേണ്ടത്. ഇതിന് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. പെർഫെക്റ്റ് ടെൻസിലാണ് നമുക്ക് V3 വേണ്ടത്. അപ്പോൾ എന്തൊക്കെ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇതിലൊക്കെ നമ്മൾ V3 ആണ് യൂസ് ചെയ്യുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഹാസ് ഓർ ഹാവിൻ്റെ കൂടെയാണ് V3 യൂസ് ചെയ്യുക. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന V3 യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ വിൽ ഹാവിൻ്റെ കൂടെയാണ് നമ്മൾ V3 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ട് നോക്കാം. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനായതുകൊണ്ട് ഐ. ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ് നമ്മൾ ഉപയോഗിക്കുക ഹി, ഷീ, ഇറ്റ് പോലുള്ള ഏകവചനങ്ങളൊക്കെ വരുമ്പോഴാണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുക ഐ, യു, ദേ, വി എന്നൊക്കെ പറയുമ്പോഴാണ്. അപ്പം ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് ആണ് നമുക്കിവിടെ വരിക അല്ലേ. ഐ ആയതുകൊണ്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്തു. ഐ ഹാവ്. ഇനി നമുക്ക് വേണ്ടത് V3 ആണ് അല്ലേ. അപ്പോൾ കാണുക എന്നുള്ളതിന് നമ്മൾ സീ എന്നാണ് പറയുക. കണ്ടു, സോ. കണ്ടിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് സീൻ വേണം. സോ ഐ ഹാവ് സീൻ ഹർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അവൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പറയുക? ഹീ ആണല്ലേ അവൻ. ഹീയുടെ കൂടെ നമുക്ക് വരുന്നത് ഹാസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഹി ഹാസ്. പിന്നെ നമുക്ക് വേണ്ടത് V3 ആണ്. പറയുക എന്നുള്ളതിന് ടെൽ, ടോൾഡ്, ടോൾഡ്. അപ്പോൾ V3യും ടോൾഡ് ആണല്ലേ. അപ്പോൾ നമ്മൾ ടോൾഡ് ഇട്ടു. ഹി ഹാസ്
ടോൾഡ് ഹെർ, അവൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലായോ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ V3 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഐ, യു, ദേ, വി ബഹുവചനമൊക്കെ വന്നാൽ ഹാവ് യൂസ് ചെയ്യും. ഹി, ഷീ, ഇറ്റ് അതുപോലെ ഏകവചനം വന്നാൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിനി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഈ V3 യൂസ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് നമ്മൾ ഹാസ് ഓർ ഹാവിന് പകരം ഹാഡ് ആണ് ചേർക്കുന്നത്. ഹാഡ് പ്ലസ് V3. അപ്പോൾ ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പറയാ? ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാവ് സീൻ ആണ്. ഇവിടെ ഐ ഹാഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ ഹെർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പറയാ? ഐ ഹാഡ് സ്പോക്കൺ. ഐ ഹാഡ് സ്പോക്കൺ ടു ഹെർ, ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഹി ഹാഡ് സബ്മിറ്റഡ്, അവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് സബ്മിറ്റഡ്. പ്രോജക്റ്റ് എന്ന് പറയാൻ ദ പ്രോജക്റ്റ്. ഹി ഹാഡ് സബ്മിറ്റഡ് ദ പ്രോജക്റ്റ്. ഓക്കെ, അവൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ടു ദ ഓഫീസ്, അവൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ ടു ദ ഓഫീസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ ഹാഡ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ നടന്നിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് വിൽ ഹാവിൻ്റെ കൂടെയാണ് V3 യൂസ് ചെയ്യുന്നത്. വിൽ ഹാവ് പ്ലസ് V3. വിൽ ഹാവിൻ്റെ കൂടെയാണ് നമ്മൾ V3 യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പോയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ഗോൺ, അവൾ പോയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ഗോൺ. അവൻ വന്നിട്ടുണ്ടാകും. ഹീ വിൽ ഹാവ് കം. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും അവൻ വന്നിട്ടുണ്ടാവും. ഹീ വിൽ ഹാവ് കം ബൈ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്. ഷീ വിൽ ഹാവ് ഗോൺ ബൈ 6 o'clock. അവൾ 6 മണി ആകുമ്പോഴേക്കും പോയിട്ടുണ്ടാവും. ഫ്യൂച്ചറിലൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വി വിൽ ഹാവ് കോണ്ടാക്റ്റഡ് ഹിം, നമ്മൾ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഫ്യൂച്ചറിൽ ചെയ്തിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ഹാവിൻ്റെ കൂടെ V3 യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ V3 യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ, അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ. V3 നമ്മൾ യൂസ് ചെയ്തിട്ട് പറയുന്നത് നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടാകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? V1 സ്റ്റഡി. സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കുക. V2 സ്റ്റഡീഡ്. സ്റ്റഡീഡ് എന്ന് വെച്ചാൽ പഠിച്ചു. V3യും സ്റ്റഡീഡ് എന്നാണ്. സ്റ്റഡീഡ്. ഇപ്പോൾ V3 ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിലോ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിലോ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ മാത്സ് പഠിച്ചു. എങ്ങനെ പറയാ? ഐ പഠിച്ചു എന്ന് പറയാൻ സ്റ്റഡീഡ് അല്ലേ? ഐ സ്റ്റഡീഡ് മാത്സ്. ഞാൻ മാത്സ് പഠിച്ചു. ഐ സ്റ്റഡീഡ് മാത്സ്. ഓക്കെ, ഐ സ്റ്റഡീഡ് മാത്സ്. അപ്പോൾ നമ്മളിവിടെ V2 ഉപയോഗിച്ചിട്ട് പറഞ്ഞു. ഇനി ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ദാറ്റ്. ഐ ഹാവ് ഹേർഡ് ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ ഹാവിൻ്റെ കൂടെ V3 ഉപയോഗിച്ചു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഹേർഡ് ദാറ്റ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഹേർഡ് ദാറ്റ്.
ഐ വിൽ ഹാവ് ഹേർഡ് ദാറ്റ്, ഞാനത് കേട്ടിട്ടുണ്ടാകും ഭാവിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ V1, V2, V3 നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് സ്പെൽ വിദിനയുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചസ് വേഗം നമ്മളുടെ സ്പെൽ വിദിനയുടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവറി വൺ.